This is CMA Afzal Alungal here. Before starting the video, please hit the like button. That will motivate me to do more videos for the CMA community. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ CMA റിലേറ്റഡ് അപ്ഡേറ്റ്സ്. യെസ്, പല സ്റ്റുഡൻസും മെസ്സേജ് അയച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, സർ ഞങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് ജൂൺ 2025 സിംഗിൾ ഗ്രൂപ്പ് ഇന്റർ ആവട്ടെ ഫൈനൽ ആവട്ടെ സിംഗിൾ ഗ്രൂപ്പ് അപ്പിയർ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് അപ്പിയർ ചെയ്യാൻ പോകുന്നു. ഈ ഒരു സമയമായിട്ട് പോലും, മാർച്ച് ആയിട്ട് പോലും സ്റ്റഡി ഒരു പ്രോപ്പർ വേയിലല്ല പോകുന്നത്. ഒരു ഷെഡ്യൂൾ ഇല്ല, കൃത്യമായിട്ട് ഇത് തീരുമോ എന്നൊരു ടെൻഷൻ ഉണ്ട്. ഇപ്പോൾ സാർ ഒരു സ്റ്റഡി പ്ലാൻ റെക്കമെൻഡ് ചെയ്യുമോ എന്നതായിരുന്നു പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു 80 days സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വി പ്രിപ്പയർഡ് ആൻ 80 days സ്റ്റഡി പ്ലാൻ ഫോർ ദി ജൂൺ 2025 CMA എക്സാമിനേഷൻ. ഇത് CMA ഇന്റർ പഠിക്കുന്ന സ്റ്റുഡൻസിനും CMA ഫൈനൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും സിംഗിൾ ഗ്രൂപ്പാണ് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്നതുണ്ടെങ്കിലും ബോത്ത് ഗ്രൂപ്പാണ് അപ്പിയർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ചെറിയ മോഡിഫിക്കേഷൻസ് മേ ബി നിങ്ങളുടെ പഠന രീതിക്കനുസരിച്ച് മാറ്റേണ്ടി വരും. പക്ഷേ ഐ വിൽ ഗൈഡ് യു, ഐ ക്യാൻ ഗിവ് യു എ പ്രോപ്പർ വേ, എ പ്രോപ്പർ ഗൈഡ് ലൈൻ ഫോർ ദി സ്റ്റഡി. യെസ്, ഇപ്പൊ നിങ്ങളൊരു സിംഗിൾ ഗ്രൂപ്പ് അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ മിനിമം ഒരു ദിവസം 4 hours എങ്കിലും നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് അലോട്ട് ചെയ്യണം. ഞാൻ ഉപയോഗിച്ചത് 4 hours എന്നല്ല, 4 effective hours എന്നാണ്. അതിൻ്റെ അർത്ഥം ആ 4 മണിക്കൂറിൽ ബാക്കി ഒരു പ്രോഗ്രാംസും ഉണ്ടാവരുത്. നമ്മുടെ ഫോൺ, നമ്മളുടെ ഭക്ഷണം, ബാക്കിയുള്ള ഒരു പ്രോഗ്രാംസും ഈ 4 മണിക്കൂറിൽ ഉണ്ടാവരുത്. ഓൺലി ആൻഡ് ഓൺലി സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് 4 hours ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ദിവസം കൊടുക്കാൻ പറ്റുമെങ്കിൽ മിനിമം 4 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം. അത് എങ്ങനെ അലോട്ട് ചെയ്യണം എന്നുള്ളത് ആസ് പെർ യുവർ ചോയ്സ് യു ക്യാൻ ഷെഡ്യൂൾ. മോർണിംഗ് 2 മണിക്കൂർ, അല്ലെങ്കിൽ ഈവനിങ് 2 മണിക്കൂർ, മോർണിംഗ് 3 മണിക്കൂർ, ഈവനിങ് 1 മണിക്കൂർ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അലോട്ട് ചെയ്യാം. 4 മണിക്കൂർ എഫക്റ്റീവ് ആയിട്ട് കിട്ടണമെങ്കിൽ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ ഇരുന്നാലേ 4 മണിക്കൂർ എഫക്റ്റീവ് ആയിട്ട് കിട്ടുള്ളൂ. അത് നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുക. ആ 4 മണിക്കൂറിൽ 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന, അപ്പോൾ എൻ്റെ ഓൺലൈൻ ബാച്ചിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർ ആ ക്ലാസ്സുകൾ കാണാനും, നിങ്ങൾക്കറിയാം നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് മാക്സിമം എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുക. ഒരു 45 minutes 1 hourന്റെ ഉള്ളിൽ എന്തായാലും ക്ലാസ് തീരും ഒരു സബ്ജക്റ്റിന്റെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം 2 സബ്ജക്റ്റ് എങ്കിലും ഒരു ദിവസം, സിംഗിൾ ഗ്രൂപ്പ് നോക്കുന്ന ആളാണെങ്കിൽ മിനിമം 2 സബ്ജക്റ്റ് എങ്കിലും ഒരു ദിവസം 2 മണിക്കൂർ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനും ആ ക്ലാസ്സുകൾ കാണാനും വേണ്ടി ഈ 4 മണിക്കൂറിൽ നിന്ന് മാറ്റി വെക്കണം. ബാലൻസ് ഉള്ള 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മൾ ഓഫീസിൽ നിന്ന് നമ്മുടെ ഓൺലൈൻ ബാച്ചിലൊക്കെ ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക്, എക്സാമിനേഷൻസ്, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാം പ്രാക്ടീസ്, നിങ്ങൾ എന്താണോ പഠിച്ചത്, കഴിഞ്ഞ 2 മണിക്കൂറിൽ നിങ്ങൾ എന്താണോ അറ്റൻഡ് ചെയ്തത്, ക്ലാസ് അറ്റൻഡ് ചെയ്തത് അല്ലെങ്കിൽ പഠിച്ചത്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ 2 മണിക്കൂറിൽ തീർക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി കൺസെപ്റ്റ് മനസ്സിലാക്കി, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എക്സാം പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ടെൻഷൻ ഇല്ലാതെ സ്പീഡിൽ പ്രസന്റേഷൻ ക്ലിയർ ആക്കിയിട്ട് അത് എഴുതാൻ വേണ്ടി കൂടി പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഏതുവരെ പോകണം, April 10 വരെ ഈ ഒരു ഷെഡ്യൂളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഡെയിലി മിനിമം 4 മണിക്കൂർ പഠിക്കണം. അതിൽ 2 സബ്ജക്റ്റ് കവർ ചെയ്യണം. ആ 2 സബ്ജക്റ്റിന്റെ ചാപ്റ്റർ വൈസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് കൺസെപ്ച്വലി മനസ്സിലാക്കണം. അതിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വർക്ക്ഔട്ട് ചെയ്യണം, എക്സാംസ് അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെ April 10 വരെ നിങ്ങൾ പോകണം. അപ്പൊ April 10 ആവുമ്പോഴേക്ക് ഒരു സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ 4 സബ്ജക്റ്റും നിങ്ങൾക്ക് കവർ ആയിട്ടുണ്ടാവും. എൻറ്റയർ ചാപ്റ്റർ ഒരു തവണ നമ്മൾ കൺസെപ്റ്റ് പഠിച്ചു, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു, ഒരു തവണ ഇത് കഴിഞ്ഞു. April 10 കഴിഞ്ഞാൽ നമുക്ക് June 10, 11 വരെ സമയമുണ്ട്. അപ്പൊ നമുക്ക് 2 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. April 10 കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ റിവിഷൻ ആണ് നടത്തേണ്ടത്. 2 തവണയെങ്കിലും മിനിമം റിവൈസ് ചെയ്യാതെ നിങ്ങൾ പരീക്ഷ പാസ്സാവില്ല. അപ്പൊ ആ റിവൈസ് ചെയ്യാൻ, 2 തവണ റിവൈസ് ചെയ്യാൻ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് 60 ദിവസമാണ്. അപ്പോൾ മിനിമം ഒരു തവണ റിവൈസ് ചെയ്യാൻ 30 ദിവസമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. 4 പേപ്പറാണ് ഒരു ഗ്രൂപ്പ്. ഇപ്പൊ ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും നിങ്ങൾ ഒരു സബ്ജക്റ്റിന് റിവൈസ് ചെയ്യാൻ അലോട്ട് ചെയ്യണം.
7 ദിവസം മതിയാവോ എന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം അത് മതിയാവും. എന്തുകൊണ്ട്? നമ്മൾ ഓൾറെഡി കൺസെപ്റ്റ് പഠിച്ച് ക്വസ്റ്റ്യൻ ബാങ്കുകൾ അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതി കഴിഞ്ഞു. ഇനി അത് റിവൈസ് ചെയ്യാൻ വേണ്ടതുള്ളൂ. വീണ്ടും ക്ലാസ്സുകൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം എക്സാംസ് എഴുതാൻ പറ്റുമോ, അത് ചാപ്റ്റർ വൈസ് ആവട്ടെ, 50 മാർക്ക് ആവട്ടെ, 100 മാർക്ക് ആവട്ടെ, എത്രത്തോളം എക്സാം എഴുതാൻ പറ്റുമോ അത്രത്തോളം എക്സാംസ് ഈ 7 ദിവസത്തിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ആൻഡ് മിനിമം 100 മാർക്ക് എക്സാമിനേഷൻ റിവിഷന്റെ സമയത്ത് 2 റിവിഷൻ എങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞല്ലോ. അത് കൂട്ടാൻ പറ്റുമെങ്കിൽ അത്രയും നോക്കുക. മിനിമം 2 നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. ആ 100 മാർക്ക് എക്സാം, അതായത് 100 മാർക്ക് 3 hours എക്സാംസ് നമ്മൾ ഒരു സബ്ജക്റ്റിന് മിനിമം 4 എങ്കിലും എഴുതണം. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 4 സബ്ജക്റ്റ് ആണെങ്കിൽ മിനിമം 16 എക്സാം എങ്കിലും നമ്മൾ ഈ 2 തവണത്തെ റിവിഷന്റെ സമയത്ത് തീർത്തിട്ടാണ്, ഈ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നതെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി പാസ് വിത്ത് ഗ്രേറ്റ് മാർക്ക്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുക, സാർ ഞങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് അല്ല നോക്കുന്നത്, ഞങ്ങൾ ബോത്ത് ഗ്രൂപ്പാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അലോട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും മിനിമം എഫക്റ്റീവ് അവേഴ്സ് അലോട്ട് ചെയ്യണം. അപ്പൊ 7-7.5 മണിക്കൂർ നമ്മൾ അലോട്ട് ചെയ്താലാണ്, ഇനിയുള്ള ദിവസമാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾ ഷെഡ്യൂളിലല്ല, ഒരുപാട് ഏരിയ പഠിക്കാനുണ്ട്, നോ ഇഷ്യൂ. ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു 6 മണിക്കൂർ എഫക്റ്റീവായിട്ട്, അത് മോർണിംഗ് ഒരു 2 മണിക്കൂർ, ഈവനിങ് ഒരു 2 മണിക്കൂർ, നൈറ്റ് 2 മണിക്കൂർ എഫക്റ്റീവായിട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അതിൽ ആ 6 മണിക്കൂറിൽ 3 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3 സബ്ജക്റ്റുകൾ കവർ ചെയ്യണം. ബോത്ത് ഗ്രൂപ്പാണ്, 3 സബ്ജക്റ്റ് എങ്കിലും മിനിമം കവർ ചെയ്യുക. അത് 2 പ്രാക്ടിക്കൽ സബ്ജക്റ്റും ഒരു തിയറി സബ്ജക്റ്റും ആക്കി മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ 3 സബ്ജക്റ്റ് ഒരു ദിവസം, ആ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ കാണുന്നു, ആ സബ്ജക്റ്റിന്റെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നു. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്യുന്നു. ബാക്കിയുള്ള 3 മണിക്കൂറിൽ ഈ കവർ ചെയ്ത, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ കവർ ചെയ്ത ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, എക്സാം പ്രാക്ടീസ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. സിംഗിൾ ഗ്രൂപ്പിന് പറഞ്ഞ പോലെ ഏപ്രിൽ 10 മുമ്പ് നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് തീരും. അതിന് ചെയ്യേണ്ടത്, ഒരു പേപ്പർ എടുത്തിട്ട്, സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിലും ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിലും നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് ഡേറ്റ് വൈസ് ഷെഡ്യൂൾ ഇടണം. ഏപ്രിൽ 10 മുമ്പ് ആ സബ്ജക്ട് തീരണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ കോസ്റ്റിംഗ് ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ ആ സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റർ ഉണ്ട്, എത്ര ദിവസം നമ്മൾ അലോട്ട് ചെയ്താലാണ് അത് ഈ രീതിയിൽ ക്ലാസ് കണ്ട് അതിന്റെ എക്സാംസ് ചെയ്ത് പോകാൻ പറ്റുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അയക്കുന്ന ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ കണ്ടുപോയാൽ തന്നെ ഏപ്രിൽ 10 ഉള്ളിൽ എന്തായാലും തീരും. അപ്പൊ ആ ഏപ്രിൽ 10 കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ബോത്ത് ഗ്രൂപ്പുള്ള ആളുകളും 2 തവണ റിവൈസ് ചെയ്യണം. പക്ഷേ അവർക്ക് ഒരു സബ്ജക്റ്റിന് അലോട്ട് ചെയ്യാൻ കഴിയാൻ 4 ദിവസമാണ് മാക്സിമം. ആ 4 ദിവസത്തിൽ നേരത്തെ പറഞ്ഞ പോലെ 100 മാർക്കിന്റെ 4 എക്സാം ഒരു സബ്ജക്റ്റിന് നിങ്ങൾ എഴുതിയേ പറ്റൂ, 2 തവണ റിവൈസ് ചെയ്തേ പറ്റൂ. ഈ രീതിയിലാണ് നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് പോകുന്നതെങ്കിൽ ഇനിയും സമയമുണ്ട് ജൂൺ എക്സാമിന് നിങ്ങൾക്ക് ബോത്ത് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യാൻ. ഇതുകൂടാതെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്, ഏത് ഗ്രൂപ്പാണോ നിങ്ങൾ എഴുതുന്നത്, സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിലും ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിലും, ഒരു ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഉണ്ടാവും. ചില ആളുകൾക്ക് അക്കൗണ്ട്സ് ആവും, ചില ആളുകൾക്ക് കോസ്റ്റിംഗ് ആവും, ചില ആളുകൾക്ക് ടാക്സ് ആവും, ചില ആളുകൾക്ക് ഇപ്പോൾ ഫൈനൽ ആണെങ്കിൽ CFR ആവും. അങ്ങനെയുള്ള സബ്ജക്റ്റ് ഏതാണോ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ്, വിച്ച് മീൻസ് സ്കോറിംഗ് സബ്ജക്റ്റ്, അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക 60+ നേടുന്ന കേസിൽ. അതേപോലെ എല്ലാ ചാപ്റ്ററിൽ നിന്നും മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും പ്രാക്ടീസ് ചെയ്യണം ഒരു ദിവസം. ഒരു ചാപ്റ്റർ ഇന്ന് നിങ്ങൾ കൺസെപ്ച്വലി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് ഞാൻ മിനിമം 10 ക്വസ്റ്റ്യൻ എങ്കിലും വർക്ക്ഔട്ട് ചെയ്യും എന്ന് തീരുമാനിക്കുക. എൻ്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക് 10 അല്ല 20 അല്ല ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ആൻഡ് ഓൾസോ തിയറി സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മിനിമം ഒരു 4 to 5 പേജ് നിങ്ങൾ എഴുതണം. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, ലോ ആയാലും ഓഡിറ്റ് ആയാലും ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് SM ആയാലും ഒക്കെ നമ്മൾ എഴുതി പഠിക്കണം. വായിച്ചു പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, പക്ഷെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ, പരീക്ഷയിൽ അത് പ്രസന്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പൊ നമ്മൾ എഴുതി പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിന്റെ ആൻസർ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ നമ്മൾ എഴുതുന്നു, എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സജസ്റ്റർ ആൻസർ വെച്ച് കമ്പയർ ചെയ്യുന്നു. ആ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ എഴുതിയതിലുള്ള മിസ്റ്റേക്ക് എന്താണ്, ലാംഗ്വേജിൽ എന്താണ് ഇഷ്യൂ, ഇത്ര എഴുതിയാൽ മതിയോ എന്നൊക്കെ നമുക്ക് സ്വയം മനസ്സിലാവും. അതൊരാളും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമ്മളെ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നതെങ്കിൽ. ആൻഡ് ഓൾസോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രോ ടിപ്പ് എന്ന് പറയുന്നത്, എക്സാംസ് എഴുതലാണ് ഈസ് ദ കീ ടു സക്സസ്. നിങ്ങൾ CMA പാസ്സാവണമെന്നുണ്ടെങ്കിൽ
എത്രത്തോളം നിങ്ങൾ എക്സാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? വീട്ടിൽ ഒരു 3 മണിക്കൂർ, ഫോർ എക്സാമ്പിൾ 100 മാർക്കിന്റെ എക്സാം ആണ് എഴുതുന്നത്, നിങ്ങൾ തന്നെ ഷെഡ്യൂൾ വെച്ചു ഒരു 10 മണിക്ക് രാവിലെ, ഫോർ എക്സാമ്പിൾ അത് നിങ്ങളുടെ സൗകര്യത്തിന് തീരുമാനിക്കാം. രാവിലെ ഒരു 10 മണിക്ക് ഞാൻ സ്റ്റാർട്ടിങ് ഒരു ടൈം വെച്ചു, 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അലാറം അടിക്കും. അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട് 3 മണിക്കൂറിന്. ഞാൻ മെയിൻ എക്സാം എഴുതുന്ന പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നു. അത് എന്നിട്ട് പരീക്ഷ എഴുതുന്ന പോലെ 3 മണിക്കൂർ ഇരുന്ന് എഴുതുന്നു. 3 മണിക്കൂർ അലാറം അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സാം നിർത്തിയിട്ട് അതിന്റെ തന്നെ സജസ്റ്റഡ് ആൻസർ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എഴുതിയ ആൻസറും ഈ സജസ്റ്റഡ് ആൻസറും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ വെറുതെ കുറ്റം പറയാണ്, ഞാൻ എഴുതിയതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് മിസ്സാവുന്നത്. ഇത് മെയിൻ എക്സാമിനാണ് സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഫെയിൽ ആയിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങൾ എനിക്ക് തീർക്കണം. ഇത് ബോധ്യപ്പെടണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ് എക്സാം. സോ റൈറ്റിംഗ് എക്സാം ഈസ് ദി കീ ടു സക്സസ്. അപ്പൊ ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഓൺലൈൻ ബാച്ച്, ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഇന്റർ ആയാലും ഫൈനൽ ആയാലും എല്ലാ പേപ്പറുകളും അവൈലബിൾ ആണ്. എല്ലാ പേപ്പറുകളും ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ബാങ്കുകളും എക്സാംസും കൺസെപ്ച്വലി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കൺസെപ്റ്റുകൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ഗൂഗിൾ ഫോം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്താൽ ഒരു ഓഫീസ് നമ്പർ ഉണ്ട്, ആ ഓഫീസ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതുകൂടി ചെയ്യാം. ആൻഡ് ഓൾസോ പരീക്ഷയ്ക്ക് ഇനി 90 ഡേയ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി ഉള്ളത്. അപ്പോൾ ആ 90 ഡേയ്സ് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. അപ്പൊ ജൂണിൽ നമുക്ക് എന്തായാലും പാസ്സാവണം. അപ്പൊ ഓൺലൈൻ ക്ലാസ്സുകൾ ഫൈനൽ ആയാലും ഇന്റർ ആയാലും അതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ എഴുതുന്നുണ്ട്, 7907806489. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഫസ്റ്റ് കമന്റിലും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഗൂഗിൾ ഫോം. അത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഓഫീസിൽ നിന്ന് അവർ അയച്ചു തരും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ജൂൺ എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ CMA സ്റ്റുഡൻസിനും ഇന്റർ ആയാലും ഫൈനൽ ആയാലും ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ഒരു PDF കൂടി ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ ഇതൊരു സ്ട്രക്ചർ ആക്കി എടുത്തിട്ട് എന്താണോ നിങ്ങൾക്ക് തോന്നുന്ന മാറ്റം അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് അത് പ്രോപ്പർ ആയിട്ട്, ഇനി തെറ്റരുത്, ഞാൻ എന്തായാലും ഈ ഷെഡ്യൂൾ സ്റ്റിക്ക് ആവും എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ യു വിൽ ബി പാസ്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.